നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബെൻഫിക്കയും റയൽ മാഡ്രിഡും തമ്മിലുള്ള പോര് കനക്കുകയാണ്. വിനി ജൂനിയർ വംശീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പ്രശ്നം പ്രസ്റ്റിയാനിയാണത് ചെയ്തത്. അതിലിപ്പോൾ പ്രസ്റ്റിയാനിക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. റയലിനെതിരെ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ എതിർപ്പുമായി ബെൻഫിക്ക രംഗത്ത് വന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, അപ്പീലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ അന്ന് ആ കളി കഴിഞ്ഞപ്പോൾ വാൽവർദേക്കെതിരെ ബെൻഫിക്ക ഒരു പരാതി കൊടുത്തിരുന്നു. തങ്ങളുടെ താരം സാമുവൽ ദഹലിനെതിരെ അഗ്രസീവായിട്ട് ടാക്കിൾ ചെയ്തു, ഇഷ്യൂ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതിന് റെഡ് കാർഡ് കൊടുക്കണം, റെഫർ ചെയ്ത് കൊടുത്തില്ല, യുവേഫ നടപടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ആ പരാതി ഇപ്പോൾ യുവേഫ തള്ളിയിരിക്കുന്നു. ഒഫീഷ്യലി അക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. ബെൻഫിക്കയെ യുവേഫ അറിയിച്ചു കഴിഞ്ഞു. കംപ്ലൈൻറ്റ് അബൌട്ട് ഫെഡെ വാൽവർദെ ആൻഡ് സാമുവൽ ദഹൽ സിറ്റുവേഷൻ ഹാസ് ബീൻ ഡിസ്മിസ്ഡ്. അപ്പം അതുകൊണ്ട് തന്നെ വാൽവർദെ വിൽ ബി അവൈലബിൾ ഫോർ റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്ക. അപ്പോൾ ഇതിലിപ്പം ബെൻഫിക്ക ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. ബെൻഫിക്ക പറയുന്നത് യുവേഫ ഞങ്ങളുടെ കംപ്ലൈൻറ്റ് തള്ളിയതായിട്ട് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ബെൻഫിക്ക ഈ തീരുമാനത്തിൽ റിഗ്രറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കൃത്യമായ എവിഡൻസ് കൊടുത്തതാണ്. ബെൻഫിക്ക താരം സാമുവൽ ദഹലിനെതിരെ ഫെഡെ വാൽവർദെ അഗ്രഷൻ കാണിക്കുന്നതിൻ്റെ കൃത്യമായ വീഡിയോ എവിഡൻസ് കൊടുത്തതാണ്. പക്ഷേ യുവേഫ ഇതിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു സംശയവുമില്ല, ഈ സിറ്റുവേഷൻ ശരിക്കും റെഡ് കാർഡ് വൃത്തിയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു സാങ്ഷനും കൊടുക്കാതിരിക്കുന്നത് യുവേഫ. ഏതായാലും ഇത് ഫർദർ പണിഷ്മെൻറ്റ് വേണ്ട എന്ന യുവേഫയുടെ തീരുമാനമാണ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് റെഡ് കാർഡ് വൃത്തിയാണ് എന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ബെൻഫിക്ക പറയുന്നത്. ചുരുക്കത്തിൽ ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലൈൻറ്റ് കൊടുക്കലും തിരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കലും ഒക്കെ തുടരുകയാണ്. സാന്റിയാഗോ ബെർണാബ്യൂവിൽ ഇതാ നാളെയാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്ക മത്സരം. എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് മറ്റന്നാൾ പുലർച്ചെ ആ കളിക്ക് ക്രിസ്ത്യാനിക്ക് കളിക്കാൻ പറ്റില്ല. അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അപ്പീലിന് തീരുമാനമാവില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്ത് തന്നെയാണെങ്കിലും സാന്റിയാഗോ ബെർണാബ്യൂവിൽ ക്രിസ്ത്യാനി എത്തും. കളിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണും. അവിടുത്തെ ആ ഒരു ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ എന്താണ് എന്ന് നേരിട്ട് അനുഭവിക്കാൻ അവൻ റെഡിയായി എത്തുന്നു എന്നുള്ള വിവരമാണിപ്പോൾ ലഭ്യമാവുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.